ദൈവസ്നേഹത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും വേർപിരിഞ്ഞ് പോകരുത്. ഒന്നിനെയും നമ്മുടെ സ്നേഹത്തിൽ, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കരുത്. റോമർക്കെഴുതിയ ലേഖനം 8:35 പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടമോ, സങ്കടമോ, പീഡനമോ, ക്ഷാമമോ, നഗ്നതയോ, ആപത്തോ, വാളോ? ചോദ്യമാണ്. എന്തിനെങ്കിലും നമ്മളെ വേർപിരിക്കാൻ കഴിയുമോ? ദൈവമക്കളുടെ മറുപടി ഇല്ല എന്നായിരിക്കണം. എന്ത് വന്നിരുന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വേർപിരിയരുത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ള നമ്മൾ പാട്ടുകളിലൂടെയൊക്കെ പാടാറുണ്ട്. യോഹന്നാൻ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി. അവിടെയും തീർന്നില്ല. എഫേസ്യർ 1:5 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേലിനെയാണ് സ്വന്തം മക്കളായിട്ട് കണക്കാക്കിയിരുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് ജാതികളായ നമ്മളെ ദൈവം ദത്തെടുത്തു എന്ന് പറയുന്നു. എഫേസ്യർക്ക് ലേഖനം 2:10 പറയുന്നു, നമ്മളെ ദൈവം സ്വന്തം കൈകളാൽ ഉണ്ടാക്കി സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം സ്വന്തം കൈകളാൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 15:15 പറഞ്ഞിരിക്കുന്നു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, നിങ്ങളെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിതന്മാരാക്കി മാറ്റി. റോമർക്കെഴുതിയ ലേഖനം 5:1 പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപികളായ നമ്മളെ ദൈവം നീതീകരിച്ചു, നീതിമാന്മാരാക്കി മാറ്റി. അതുപോലെ 1 കൊരിന്ത്യർ 6:20 പറയുന്നു, നമ്മൾ ഓരോരുത്തരെയും ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ യാഗമായിട്ട് പകരമായിട്ട് നൽകിയിട്ട് നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ റോമർക്ക് ലേഖനം 8:1 പറയുന്നു, നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്നുള്ള ശിക്ഷാവിധിയിൽ നിന്നും ദൈവം നമ്മളെ ഓരോരുത്തരെയും മോചിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർ 3:20 പറയുന്നു, സ്വർഗത്തിൽ നമുക്ക് പൗരത്വം ദൈവം തന്നു. അതായത് നമ്മളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ദൈവത്തെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, നഗ്നതയോ വാളോ പട്ടിണിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്നും നമ്മൾ മാറിപ്പോകരുത്. ഒരിക്കലും ദൈവത്തെ വിട്ടുകളയരുത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മളെയും കാത്ത് വലിയ കാര്യങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുവാണ്, നമ്മളെയും കാത്തിരിക്കുവാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് ഈ സ്വർഗരാജ്യം ഒരുക്കി നമുക്കായി കാത്തിരിക്കുകയാണ്. ഈ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും നമ്മൾ വേർപിരിഞ്ഞു പോകരുത്. ഗോഡ് ബ്ലെസ് യു.